ഭാഷവും ചെറിയ ഓർമ്മകളാണ് നമ്മുടെ നടുവിലുണ്ട്. പ്രധാനദാസനെ സ്നേഹത്തോട് ബഹുമാനത്തോടെ ദൈവം ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അന്ത്യകാലത്ത് എതിർ ക്രിസ്തു വരും എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. കള്ളപ്രവാചകൻ വരും എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ കള്ളപ്രവാചകൻ അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഒക്കെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അവർ വരുന്നത് റെവലേഷനിൽ 13:1 എഴുതിയിട്ടുണ്ട്. എതിർ ക്രിസ്തു വരുന്നു, അവന് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗമായിട്ടാണ് കയറി വരുന്നത്. അതാണ് അവൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ആ 13-ാം അധ്യായത്തിൻ്റെ തന്നെ റെവലേഷൻ 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറി വരുന്നു, അവനാണ് കള്ളപ്രവാചകൻ. ഹല്ലേലൂയ. എതിർ ക്രിസ്തു അവന് ലോകത്തിൻ്റെ ലീഡർഷിപ്പ് പിടിക്കുകയാണ്. സകല ലോകത്തിൻ്റെ ലീഡറായിട്ട് അവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും ജാതികൾക്കും എല്ലാം സമാധാനം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ലീഡർഷിപ്പ് പിടിക്കുവാനായിട്ട് ആണ് അവൻ ശ്രമിക്കുന്നത്. അതുപോലെ കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് അവന് ഹല്ലേലൂയ ഡിസപ്ഷൻ, അവൻ ചതിയിലൂടെ മറ്റുള്ളവരെ എല്ലാം നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒരു യുദ്ധത്തെക്കാളും ക്ഷാമത്തെക്കാളും ഒക്കെ, ഒരു ഭൂകമ്പത്തെക്കാളും ഒക്കെ ഖേദകരമായൊരു കാര്യമാണ് ഡിസപ്ഷനിലൂടെ, ചതിയിലൂടെ മനുഷ്യരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ഈ രണ്ട് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ഇതുവരെയും ഭൂമിയിൽ വന്നിട്ടില്ല. അവർ വരുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ആത്മാവ് ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഈ അന്ത്യക്രിസ്തുവിൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകൻ്റെയും ആത്മാവ് ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതൊരു രണ്ട് സിസ്റ്റമായിട്ട് ഇപ്പോഴേ അത് ഉണ്ട്, അത് ആക്റ്റീവാണ്. ഹല്ലേലൂയ. നമുക്ക് 1 യോഹന്നാൻ 4:3-4 വാക്യങ്ങൾ, 1 യോഹന്നാൻ 4:3-4 വാക്യങ്ങളൊന്ന് വായിക്കാമല്ലോ. 1 യോഹന്നാൻ, ഞാൻ വായിക്കാം അത്. 1 യോഹന്നാൻ 3:4 അതിൽ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. വാക്യം ഒന്ന് മാറിപ്പോയി, അതല്ല. 1 യോഹന്നാൻ 4:3 പറയുന്നത്, 3:4 പറയുന്നത്, 1 യോഹന്നാൻ 4:3-4 യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ എതിർ ക്രിസ്തു വരുമെന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അത് വരും. എന്നാൽ ഹല്ലേലൂയ, എന്നാൽ ഇപ്പോഴേ അവൻ്റെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ എന്ന് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ അതാണ്, നമ്മളിലുള്ളവൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നല്ലോ നമ്മുടെ ശരീരം. ഹല്ലേലൂയ. ആയതുകൊണ്ട് നമ്മളിലുള്ളവൻ അത്തരത്തിലുള്ള എതിർ ക്രിസ്തുക്കളെ ജയിച്ചിരിക്കുന്നവനായതുകൊണ്ട് നമ്മെ ജയത്തോടെ അവൻ നടത്തുന്നു. ഹല്ലേലൂയ. ഇനി 2 തെസ്സലോനിക്കർ 2:7-8 കൂടെ വായിക്കാം. 2 തെസ്സലോനിക്കർ 2:7-8 അതിൽ എഴുതിയിരിക്കുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവന് വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും, അവനെ കർത്താവായ യേശു തൻ്റെ വായിൽ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഹല്ലേലൂയ.
അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. വന്നു കഴിയുമ്പോൾ ആ വരുന്ന ഒരു സമയമുണ്ട്, ഇപ്പോഴല്ല. അതാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത് 13. അവൻ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വായിലെ അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ, അവൻ്റെ വായിലെ ശ്വാസത്താൽ ഒതുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഹല്ലേലൂയ. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവന് വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. ഒരു വാക്യത്തിൽ ഒരു ഇച്ചിരി പ്രയാസമുണ്ട് അത് മനസ്സിലാക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഫോർ ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി ഡത്ത് ഓൾറെഡി വർക്ക്. അത് നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. ഓൺലി ഹി ഹു നൗ ലെറ്റത്ത് വിൽ ലെറ്റ് അണ്ടിൽ ഹി ടേക്കൺ ഔട്ട് ഓഫ് ദ വേ. ഹല്ലേലൂയ. തടുക്കപ്പെടുന്നവൻ നീങ്ങിപ്പോകുമെന്നല്ല, തടുക്കപ്പെട്ടവൻ നീങ്ങിപ്പോകും. തടുക്കുന്നവൻ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ അധർമ്മമൂർത്തി നമ്മെ ദ്രോഹിക്കാതെ വണ്ണം തടുത്തുകൊണ്ടിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് അപ്രകാരം അവനെ വിടുന്ന ഒരു സമയം വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വായിലെ വാക്കിനാൽ അവനെ ഒടുക്കിക്കളയുന്ന ഒരു ദിവസം വരും. അന്ന് ഈ അധർമ്മമൂർത്തിയെ പരിശുദ്ധാത്മാവ് തടുത്തു നിർത്തിയിരിക്കുകയാണ്. അവൻ വെളിപ്പെട്ട് വരും. അപ്പോൾ അവൻ വെളിപ്പെട്ട് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവനെ നീക്കിക്കളയുകയും ചെയ്യും. അതാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അങ്ങനെ ഈ അധർമ്മങ്ങളൊന്നും നമ്മൾക്ക് വരാതെ വണ്ണം കർത്താവ് നമ്മളെ കാത്തുകൊള്ളുന്നത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമാണ്. ഹല്ലേലൂയ. ഏതായാലും ഈ രണ്ട് സിസ്റ്റവും ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ആൻറ്റിക്രൈസ്റ്റിൻ്റെ സിസ്റ്റവും അതുപോലെ കള്ളപ്രവാചകൻ്റെ ഫോൾസ് പ്രൊഫറ്റിൻ്റെ സിസ്റ്റവും ഈ ഭൂമിയിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവിടെ ആത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ട്. ആൻറ്റിക്രൈസ്റ്റ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഫോൾസ് പ്രൊഫറ്റ് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ സുരക്ഷിതരാണ്. പ്രശ്നങ്ങളില്ല എന്നല്ല, അവരുടെ ആത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ട് അതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അത് ക്രിസ്തുവിനെ ഒപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുവാൻ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ റെഡ്യൂസ് ചെയ്യുക, ക്രിസ്തുവിനെ തരം താഴ്ത്തുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ്. ഒന്ന് ക്രിസ്തുവിനെ ഒപ്പോസ് ചെയ്യുന്ന, ക്രിസ്തുവിനെ എതിർക്കുന്ന, ക്രിസ്തുവിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് എതിർക്കുന്ന, ക്രിസ്തുവിൻ്റെ വചനത്തെ എതിർക്കുന്ന, ബൈബിളിനെ എതിർക്കുന്ന ആത്മാവ് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ആത്മാവ്. അതുപോലെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുക, അതായത് ക്രിസ്തു അല്ല ദൈവം, മറ്റേ വേറെ ഏതൊക്കെയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മറ്റുള്ളവരെ നിർത്തുവാൻ ശ്രമിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആത്മാവാണ് ആൻറ്റിക്രൈസ്റ്റ്. അതുപോലെ ക്രിസ്തുവിനെ താഴ്ത്തുക, ക്രിസ്തുവിനെ തരം താഴ്ത്തുക. ക്രിസ്തു ദൈവമല്ല, മനുഷ്യനാണ്. ക്രിസ്തു മനുഷ്യനുമല്ല, ക്രിസ്തു ഒരു പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിനെ തരം താഴ്ത്തുന്ന ഒരാത്മാവ്. ആത്മാവ് അത് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ആത്മാവാണ്. ക്രിസ്തുവിനെ എതിർക്കുന്നവർ, ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നവർ, ക്രിസ്തുവിനെ തരം താഴ്ത്തുവാൻ നോക്കുന്നവർ, ഇതൊക്കെയും ആൻറ്റിക്രൈസ്റ്റിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ഒരു വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, വളരെ സ്ലോ ആയിട്ട്. ഹല്ലേലൂയ. അതൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു വീട്ടിൽ ഒരു രാജാവിൻ്റെ പടമുണ്ടായിരുന്നു. ആ ദേശത്തെ രാജാവിൻ്റെ അതിമനോഹരമായ ഒരു പടമുണ്ടായിരുന്നു. ആ പടം ഏതോ ഒരു വലിയൊരു വ്യക്തി വലിയൊരു ചിത്രകാരൻ വരച്ച ഒരു ചിത്രമായിരുന്നു. ഹല്ലേലൂയ. ആ വീട്ടിൽ അതുണ്ടായിരുന്നു. ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ ചിത്രത്തിൻ്റെ 4 കോണിൽ നിന്ന് നോക്കിയാൽ ആ രാജാവിൻ്റെ 4 തരത്തിലുള്ള ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. അത് ആ വരയുടെ പ്രത്യേകതയാണ്. ആ വര അതുപോലെ 4 കോണിൽ നോക്കുമ്പോൾ സെയിം മുഖമുള്ള രാജാവ് താൻ 4 പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് നമുക്കതിൽ കാണുവാൻ കഴിയും. എന്നാൽ അത് നേരെ ആ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് സാധാരണ ആ വീട്ടുകാർ വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ആ നേരെ ഫ്രണ്ടിലുള്ള ഒരു പൊസിഷനാണ് സാധാരണ കാണുന്നത്. എന്നാൽ അതിൻ്റെ 4 കോണിൽ നിന്ന് നോക്കിയാൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രാജാവിനെ അവർക്ക് കാണുവാൻ കഴിയും. അത് വളരെ വില കൂടിയൊരു ചിത്രമായിരുന്നു. ഒരു ദിവസം ആരോ ആ ചിത്രം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി.
എടുത്തുകൊണ്ട് പോയിട്ട് അതുപോലെ ഒരു ചിത്രം അവിടെ റീപ്ലേസ് ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ വെളിയിൽ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടുകാർ കാണുന്ന അതേ ചിത്രം തന്നെയാണ് അവർ കാണുന്നത്. ഹല്ലേലൂയ. അവർ ഈ 4 കോണിലൊന്നും പോയി അത് നോക്കാൻ അവർ മെനക്കെടാറില്ല. കാരണം അവർ കയറി വരുമ്പോൾ അവർ കണ്ടുകൊണ്ടിരുന്ന അതേ ചിത്രം തന്നെയാണ് അവർ കാണുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അനേകം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ലോലി അവർ ആ പഴയ ആ ഒറിജിനൽ ചിത്രത്തെ അവർ മറന്നുപോയി. ഹല്ലേലൂയ. ഈ സാത്താൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഈ കള്ള ക്രിസ്തുവിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഇതുപോലെ സ്ലോലി അവൻ നമ്മുടെ കർത്താവിനെ, ആ ഒറിജിനാലിറ്റി നമ്മളിൽ നിന്ന് പതുക്കെ അവൻ മറിച്ചു കളയുന്നവനാണ്. ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുക, അവൻ ക്രിസ്തുവിനെ എതിർക്കുന്നവനാണ്. ഹല്ലേലൂയ. അത് വളരെ സ്ലോലി നമുക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് ഈ അന്ത്യകാലത്ത് നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അല്ല എങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഈ അന്ധകാര ശക്തികളാൽ, ഈ കള്ളപ്രവാചകന്മാരിലും അതുപോലെ ഈ ആൻറ്റി ക്രൈസ്റ്റിലൂടെയും നമ്മൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ മറന്നു കളയുവാൻ, അല്ലെങ്കിൽ കുറച്ച് ഗ്രാജ്വലി ആയിട്ട്, ഇത് പ്രോഗ്രസീവായിട്ട് മറന്നു കളയുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. റെവലേഷൻ 13:7 ഒന്ന് വായിക്കാം. റെവലേഷൻ 13:7. അതിലെഴുതിയിരിക്കുന്നു, വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ് കൂടെ ഒന്ന് വായിക്കാം. ആൻഡ് ഇറ്റ് വാസ് ഗിവൺ അൻടു ഹിം ടു മേക്ക് വാർ വിത്ത് ദി സെയിൻസ് ആൻഡ് ടു ഓവർകം ദം, ആൻഡ് പവർ വാസ് ഗിവൺ ഹിം ഓവർ ഓൾ കിൻഡ്രഡ്സ് ആൻഡ് ടങ്സ് ആൻഡ് നേഷൻസ്. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ, ഇവനിവിടെ ലഭിച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, ആൻറ്റി ക്രിസ്റ്റിന് ലഭിച്ചിരിക്കുന്ന ഒരു അതോറിറ്റി അത്. ഹല്ലേലൂയ. അവന് 3 തരത്തിലുള്ള 3 ലെവലിലുള്ള കൺട്രോള്, അതിനുള്ള അധികാരം അവന് ലഭിച്ചിരിക്കുക. ഒന്ന്, അവന് മനുഷ്യരുടെ ചിന്താഗതികളെ നിയന്ത്രിക്കുവാൻ, അല്ലെങ്കിൽ ചിന്താഗതികളെ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു അധികാരം അവന് കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വിശ്വാസം, അതാ മനുഷ്യൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വിശ്വാസം, മനുഷ്യൻ്റെ അവൻ സത്യം സ്വീകരിക്കുന്നവനാണോ, അവൻ്റെ വിശ്വാസം എന്താണ് എന്നുള്ള ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ ആ തോട്ട് പ്രോസസ്സ്, ആ മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ, ഓരോ മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ, അവൻ സത്യത്തെ സ്വീകരിക്കുന്നവനാണോ തുടങ്ങിയ കാര്യങ്ങളെ അന്വേഷിച്ച് അത് തെറ്റിച്ച് കളയുന്ന ഒരു കൺട്രോള്. ഹല്ലേലൂയ. കൺട്രോൾ ഓഫ് തോട്ട്സ് എന്ന് പറയും. ഹല്ലേലൂയ. ഇത് ഈ ആൻറ്റി ക്രൈസ്റ്റിന് ലഭിച്ചിരിക്കുന്ന അധികാരത്തിലൊന്നാണ്, കൺട്രോൾ ഓഫ് തോട്ട്സ്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ അവൻ്റെ കൺട്രോള്, അവൻ്റെ അതോറിറ്റി ലഭിച്ചിരിക്കുന്നത് കൺട്രോൾ ഓഫ് വർഷിപ്പ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ വർഷിപ്പിന് മനുഷ്യരുടെ വർഷിപ്പുകളെ നിയന്ത്രിക്കുന്ന ഒരു കൺട്രോള്, ഒരു അതോറിറ്റി അവന് ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിലൂടെ അവൻ നോക്കുന്നത് ഓരോ മനുഷ്യരും ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നത്, ഓരോ മനുഷ്യനും എന്തിനെയാണ് വിലയുള്ളതായി കാണുന്നത്, ബിംബത്തെയാണ് വിലയുള്ളത് കാണുന്നത്, അല്ലെങ്കിൽ ബുദ്ധനെയാണ് വിലയുള്ളതായി കാണുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെയാണ് വിലയുള്ളതായി കാണുന്നത് എന്ന് അവൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അവൻ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ മനുഷ്യർ ബുദ്ധനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ജൈനനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കും. എന്നാൽ മനുഷ്യർ യേശു ക്രിസ്തുവിനാണ് ആരാധിക്കുന്നതെങ്കിൽ അവനതിനെ കൺട്രോൾ ചെയ്ത് തെറ്റായ രീതിയിലേക്ക് അവൻ തിരിച്ചുവിടും. ഹല്ലേലൂയ. അതാണ് അവൻ്റെ കയ്യിലുള്ള മറ്റൊരു അധികാരം എന്ന് പറയുന്നത്. ആദ്യത്തത് കൺട്രോൾ ഓഫ് തോട്ട്സ് ആണ്. ഹല്ലേലൂയ. രണ്ടാമത്തത് കൺട്രോൾ ഓഫ് വർഷിപ്പാണ്. മൂന്നാമത്തത്
കൺട്രോൾ ഓഫ് സർവൈവൽ. മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൺട്രോളാണ് അവന്. ഹല്ലേലൂയ. മനുഷ്യന് നേരായ രീതിയിൽ ജീവിക്കുന്നവനാണോ ആണെങ്കിൽ അതിനെ തിരിച്ചു കളയണം, തെറ്റിച്ച് കളയണം. മനുഷ്യനെ അന്ത്യകാലത്ത് വാങ്ങുകയും വിൽക്കുകയും അവൻ ജീവിക്കുകയും ചെയ്യുന്നത് എങ്ങനെ? ഹല്ലേലൂയ. അത് തെറ്റിച്ച് കളയണം. വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നും അവന് അധികാരമില്ലാത്ത രീതിയിൽ അവൻ അതിനെ കൊണ്ടുവരും. ആ ഒരു അധികാരം അവന് കിട്ടിയിരിക്കുക. ഹല്ലേലൂയ. അത് നമുക്കറിയാതെ പോകും. ആ സമയത്ത് ജീവിക്കുന്ന ആ സമയമെന്നില്ല, ഇപ്പോഴും ഉണ്ടത്. ഇപ്പോഴേ അവരുടെ ആത്മാവിടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. നമ്മൾ അന്ത്യകാലത്താണ് ഇതെന്നൊന്നും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട, അത് ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഒരു സിറ്റി അതിൽ ഒരു സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്തിരുന്നു. ഹല്ലേലൂയ. അത് എല്ലാ സിറ്റിസനെയും ഹല്ലേലൂയ ട്രാപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള സിസ്റ്റംസ് എല്ലാം ഉണ്ട്. ആ സിസ്റ്റമെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റോൾ ചെയ്യാം. നമുക്ക് ആരും ട്രാപ്പ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ഫോണിലൂടെയൊക്കെ നമുക്ക് ഓരോ സിസ്റ്റവും വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ ആ ഒരു സിറ്റി ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്തിരുന്നു. അതിനകത്ത് ഹല്ലേലൂയ മനുഷ്യരെ ട്രാപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരുടെയും പർച്ചേസ്, ഓരോരുത്തരും പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെ അവരുടെ ഓരോ ആക്ഷനും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവർ നടക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നത്, ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് ആദ്യം ഇതൊക്കെ വളരെ നല്ലതായിട്ട് തോന്നും. കാരണം നമ്മുടേതായ എല്ലാ റെക്കോർഡ്സുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ടല്ലോ, അത് നല്ലതായിട്ട് തോന്നും. ഹല്ലേലൂയ. എന്നാൽ പിന്നീട് അത് വന്നിട്ട് അതൊരു ക്യാപ്റ്റിവിറ്റി ആയിട്ട് മാറുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ ആദ്യം കാണുമ്പോൾ ഇതൊക്കെ നല്ലതാണെന്ന് തോന്നും. ഹല്ലേലൂയ. മനുഷ്യനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളെക്കുറിച്ച് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ആരാധന കാര്യങ്ങളെക്കുറിച്ച് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നു. നമ്മൾ എവിടെ പോകുന്നു, എവിടുന്ന് വരുന്നു, എന്ത് വാങ്ങുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു റെക്കോർഡ് ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നൊരു വാർത്ത പ്രചരിപ്പിച്ചാൽ നമുക്ക് തെളിവുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമ്മതിക്കും. അതൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ സമ്മതിക്കും. ഹല്ലേലൂയ. ഒടുവിൽ അത് നമുക്കൊരു ട്രാപ്പായിട്ട് തീരുവാൻ ഇടയായി തീരും. അത് നമ്മളെ ഒരു ക്യാപ്റ്റീവാക്കി, ഒരടിമയാക്കി മാറ്റുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. തീരുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ഉണ്ട്. ഈ ആത്മാവും ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഇപ്പോഴേ ഉണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളവരുമായതുകൊണ്ട് ഇതൊന്നും നമ്മളെ ഏൽക്കുന്നില്ല എന്ന് മാത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്ത പലർക്കും ഈ തരത്തിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴും. ഹല്ലേലൂയ. അടുത്തത് മുദ്രയിടുന്ന ഒരു സിസ്റ്റം, മാർക്ക് സിസ്റ്റം എന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. ഹല്ലേലൂയ. അത് റെവലേഷൻ 13:16-17 ഒന്ന് വായിക്കാം. റെവലേഷൻ 13:16-17. അത് ചെറിയവരും വലിയവരും, സമ്പന്നരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും. ഹല്ലേലൂയ. മൃഗത്തിൻ്റെ പേരിൻ്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയുമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഹല്ലേലൂയ. അപ്പോൾ ഈ മൃഗത്തിൻ്റെ മുദ്ര മനുഷ്യൻ്റെ കയ്യിലോ അവൻ്റെ നെറ്റിയിലോ ഇല്ല എങ്കിൽ അവന് സാധനം വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകം മുഴുവനും ഹല്ലേലൂയ 2 ഗ്രൂപ്പായിട്ട് തിരിയാൻ പോവുക. ഹല്ലേലൂയ. 2 ഗ്രൂപ്പ്. ഒന്ന് ഈ മുദ്രയേറ്റവർ, 2 മുദ്രയേൽക്കാത്തവർ. അങ്ങനെ ഒരു 2 ഗ്രൂപ്പായിട്ട് മാറും ഇനി. ഹല്ലേലൂയ. ഇനിയിപ്പോൾ ഓരോ പാർട്ടി അനുസരിച്ചല്ല മാറുന്നത്, ഓരോ ജാതി അനുസരിച്ചല്ല മാറുന്നത്. ഇനി മുദ്രയേറ്റവരെന്നും മുദ്രയേൽക്കാത്തവരുമെന്ന 2 വിഭാഗമായിട്ട് ഈ ലോകം വിഭജിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഒന്ന് മുദ്രയേറ്റവർ, അത് ആക്സെപ്റ്റ് ചെയ്തവർ, രണ്ട് റെഫ്യൂസ് ചെയ്തവർ. ഹല്ലേലൂയ. ഒരു രാജ്യത്തെ രാജാവ് ഹല്ലേലൂയ തൻ്റെ സിറ്റിസൺസ് എല്ലാം തൻ്റെ മുദ്ര ഏൽക്കണമെന്ന് നിർബന്ധം പിടിക്കുക. മനുഷ്യൻ്റെ കയ്യിലോ അവൻ്റെ നെറ്റിയിലോ ആ മുദ്ര അടിക്കണം. ഹല്ലേലൂയ. ആ മുദ്രയില്ലെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അവൻ എവിടെയെങ്കിലും പോയി ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ അവന് ഭക്ഷണം കിട്ടൂല. കാരണം അവൻ്റെ കയ്യിലോ നെറ്റിയിലുള്ള മുദ്രയില്ലാതെ അവനത് ലഭിക്കുകയില്ല. അവൻ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് സഞ്ചരിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. കാരണം അവൻ്റെ കയ്യിലോ നെറ്റിയിലോ മുദ്രയില്ല. അവനൊരു കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ആരും കൊടുക്കത്തില്ല. കാരണം അവൻ്റെ കയ്യിലോ നെറ്റിയിലോ ഒന്നും മുദ്രയില്ല. അവനെന്നാൽ കുറേ സാധനങ്ങളുണ്ട്, പട്ടിണി കിടന്ന് ചാവുക. കുറേ സാധനങ്ങളുണ്ട് വീട്ടിൽ, കുറേ ആടുമാടുകൾ കന്നുകാലികളുണ്ട്. അതിനെ കൊടുത്തിട്ട് എന്തെങ്കിലും, അന്നത്തെ ബാർട്രേഡ് സംവിധാനമാണല്ലോ, അതിനെ കൊടുത്തിട്ട് എന്തെങ്കിലും ആഹാര സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടുകയില്ല. കാരണം ഇവൻ്റെ കയ്യിലോ ഇവൻ്റെ വലം കയ്യിലോ ഇവൻ്റെ നെറ്റിയിലോ ഒന്നും മുദ്രയില്ലാത്തത് കൊണ്ട് അതൊന്നും നടക്കുകയില്ല. ഹല്ലേലൂയ. ഒടുവിൽ ഇവനൊക്കെ വളരെ പ്രയാസപ്പെട്ട് കഴിയേണ്ടതായി വരും. ഹല്ലേലൂയ. എന്നാലും ഇത്തരത്തിൽ സഫർ ചെയ്യുന്ന പലരും ഈ പിശാചിൻ്റെ മുദ്ര ഏൽക്കുവാനിടയായി തീരും. കാരണം ഇതൊരു വലിയൊരു പ്രഷർ കൊടുക്കുക. ഈ പ്രഷർ കൊടുക്കുമ്പോൾ പലരും ഹല്ലേലൂയ അവർ പറയും, ഞങ്ങൾ പിശാചിൻ്റെ മുദ്ര ഏറ്റോളാം, നിങ്ങളുടെ മുദ്ര ഏറ്റോളാം, ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് അവർ മാറിപ്പോകുവാൻ ഈയിടെയായി തീരും. പക്ഷെ അന്നും ഈ സാത്താൻ്റെ മുദ്രയേൽക്കാൻ, ഈ കള്ളപ്രവാചകൻ്റെ മുദ്രയേൽക്കാൻ മനസ്സില്ലാത്ത അനേകരുണ്ട്. ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ അവരന്ത്യത്തോളം വിശ്വസ്തരായി തന്നെ തുടരുവാൻ ഈയിടെയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മനുഷ്യർ എന്തിനാണ് ഈ മുദ്ര ഏൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് 13:8 പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 13:8 അവരെന്തിനാണ് ഈ മുദ്ര ഏൽക്കുന്നത്, ആരാണ് ഈ മുദ്ര ഏൽക്കുന്നത് എന്നുള്ളത് 13:8 നമുക്ക് മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവന് ആ മുദ്ര വണങ്ങുവാൻ ഇടയായിത്തീരും, ആ മുദ്ര സ്വീകരിക്കുവാൻ ഇടയായിത്തീരും. ഒന്നാമത്തെ റീസൺ അതാ. ഹല്ലേലൂയ. രണ്ടാമത്തത് ഭയം കാരണം ഹല്ലേലൂയ എനിക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അതാണ് രണ്ടാമത്തെ റീസൺ, ഭയമാണ്. ഹല്ലേലൂയ. അവർക്ക് സഫർ ചെയ്യണ്ടേ, ജീവിക്കണ്ടേ, അത് പറ്റത്തില്ലല്ലോ. ഈ മുദ്ര ഏറ്റില്ലെങ്കിൽ അവൻ്റെ കുടുംബമില്ലേ, കുഞ്ഞുങ്ങളില്ലേ, ഇതൊക്കെ കിടന്ന് നിലവിളിക്കുമല്ലോ. അങ്ങനെ ഭയം നിമിത്തം അവർ ഈ മുദ്രയേൽക്കുവാൻ അവർ സമ്മതിക്കും. ഹല്ലേലൂയ. പിന്നെ ചിലരുണ്ട്, അവർ നോക്കുമ്പോൾ ഇത് വളരെ സുഖമായ ഒരു ലൈഫല്ലേ. ഈ മുദ്ര ഏറ്റു കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രൊട്ടക്ഷനാണ് എല്ലാ കാര്യങ്ങളിലും. അവരുടെ ലൈഫ് വളരെ ഈസി ആയിട്ട് തോന്നും. ഹല്ലേലൂയ. അങ്ങനെ അതായത് പിന്നെ ഭക്ഷണം കിട്ടാനോ കൊടുക്കാനോ വാങ്ങാനോ ഒന്നും ഒരു പ്രശ്നമില്ല. എല്ലാവരും സഹകരണമാണ്, മെയിൻ ലീഡറിൻ്റെ സഹായമുണ്ട് തുടങ്ങിയ കാര്യത്തിൽ വളരെ നല്ലൊരു കാര്യമായിട്ട് കരുതുന്ന, നല്ലൊരു സൗകര്യമായിട്ട് കരുതുന്ന കുറച്ച് പേര് അവർ മുദ്രയേൽക്കുവാൻ തയ്യാറായിത്തീരും. ഹല്ലേലൂയ. ഇനി അടുത്തത്, നാലാമത്തത്, ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഇത് ചെയ്യുന്ന കള്ളപ്രവാചകനാണല്ലോ. അവൻ ഡിസപ്ഷൻ, അവൻ ചതി ചെയ്യുന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുപാട് മനുഷ്യരെ അവൻ ചതിയിലൂടെ വഞ്ചിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവന് വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ഈവൻ ആകാശത്തു നിന്ന് തീ പോലും ഇറക്കി മനുഷ്യരെ കിടുകിട വിറപ്പിക്കുകയും മനുഷ്യരൊക്കെയും അവനെ ദൈവത്തെ പോലെ ബഹുമാനിക്കാനും ഇടയായിത്തീരും ഈ കള്ളപ്രവാചകനെ. അതുകൊണ്ട് ഈ കള്ളപ്രവാചകൻ്റെ ചതിയിൽപ്പെട്ടിട്ട് പലരും ഈ മുദ്ര സ്വീകരിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അഞ്ചാമത്തെ റീസണ് അന്നത്തെ ആ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് മുഖാന്തരം. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ജീവിക്കുന്ന മനുഷ്യരൊക്കെയും സ്പിരിച്വലായിട്ട് അത്ര പെർഫെക്റ്റ് അല്ല. അവരൊക്കെയും
ഉള്ളത് മതി എന്നുള്ള രീതിയിൽ, ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ, എനിക്കിവിടെ പ്രശ്നമില്ല, എനിക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, മക്കളൊക്കെ ജോലിക്കാർ, ഇനി എന്തിനാണ് കൂടുതൽ സ്പിരിറ്റിലേക്ക് വരേണ്ടത്, എന്തിനാണ് ഇതിനു മാത്രം കിടന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ സ്പിരിറ്റിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ, ഹല്ലേലൂയ, അവർ ഈ സന്ദർഭത്തിൽ അവർക്ക് സ്പിരിച്വൽ ബ്ലൈറ്റ്നെസ് ഉണ്ടാവുക. ഹല്ലേലൂയ, അവർക്ക് മനസ്സിലാകുന്നില്ല ഏതാ തീരുമാനിക്കേണ്ടത്, ഒരു ഡിസേൺ പവർ അവർക്കുണ്ടാകാതെ വരിക. ഹല്ലേലൂയ, അതുകൊണ്ടാണ് യോഹന്നാനും മറ്റുള്ള അപ്പോസ്തലന്മാരും ദേവദാസന്മാരും ഒക്കെ പറയുന്നത് അന്ത്യകാലമാണ്, ആയതുകൊണ്ട് ബൈബിൾ വചനത്തിൽ കൂടുതൽ അറിവ് വേണം എന്ന് പറയുവാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 5 കാരണങ്ങളാൽ ഹല്ലേലൂയ പലരും ഈ മുദ്രയേൽക്കുവാൻ ഇടയായിത്തീരും. ഒന്നാമത്തെ കാരണം, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരില്ല അവർക്ക്, അതുകൊണ്ട് അവർക്കിതൊന്നും അറിയില്ല, അവർ മുദ്രയേൽക്കും. രണ്ടാമത്തെ കാരണം, ഹല്ലേലൂയ, ഭയപ്പെടുന്നവർ, ഹല്ലേലൂയ, ഞങ്ങൾക്കിതൊന്നും സഫർ ചെയ്യുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവർ. മൂന്നാമത്തെ വിഭാഗം, നല്ല സൗകര്യമായിട്ട് ജീവിക്കാമല്ലോ, ഇനി എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നവർ. നാലാമത്തെ പേര് ചതിയിൽപ്പെട്ടവർ. ഹല്ലേലൂയ, ഈ കള്ളപ്രവാചകൻ ചതിച്ചതിനാൽ, കള്ളപ്രവാചകനാണ് വലിയ ദൈവം, അവൻ പറയുന്നതാണ് സത്യം എന്നൊക്കെ വിശ്വസിക്കുന്ന ചിലർ കൂട്ടർ, ഹല്ലേലൂയ, അവർ ഈ ചതിയിൽപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ഇതൊക്കെയും അന്ത്യകാലത്ത് ആണ് സംഭവിക്കുന്നത് എന്നോർത്ത് ഇരിക്കേണ്ട. ഹല്ലേലൂയ, ഇതൊക്കെ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഈ ആത്മാവ് ഇവിടെ ഉണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, ഹല്ലേലൂയ, വിശുദ്ധ ബൈബിളാണ് പറഞ്ഞിരിക്കുന്നത്. കള്ളപ്രവാചകൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ട് മക്കളെ എന്നും പറഞ്ഞ് വൃദ്ധനായ വിശുദ്ധനായ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുക ഇവിടെ. ഹല്ലേലൂയ, അതിനെയൊക്കെ ധിക്കരിച്ച് നമ്മൾ മുന്നിലേക്ക് പോയാൽ ഈ രീതിയിലുള്ള ബ്ലൈൻഡ്നെസ്സിൽ, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിലൊക്കെ നമ്മൾ, ചതിയിലൊക്കെ നമ്മൾ അകപ്പെടുവാൻ ഇടയായിത്തീരും. ഒരു പക്ഷി, ഹല്ലേലൂയ, അതിനൊരു ഗോൾഡൻ കേജിനകത്ത് പിടിച്ചിട്ടു. ഹല്ലേലൂയ, ആ കേജിനകത്ത് ഈ പക്ഷിക്ക് നല്ല സൗകര്യമാണ്. ഹല്ലേലൂയ, അതിന് സമയാസമയങ്ങളിലുള്ള ഫുഡുണ്ട്, നല്ല ഫ്രഷ് ഫുഡ് കൊടുക്കും. ഹല്ലേലൂയ, വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് നോക്കിയാൽ ഗോൾഡൻ കേജിനകത്താണ് ഇരിക്കുന്നത്, അവന് നല്ല അഭിമാനമാണ് ആ പക്ഷിക്ക്. ഹല്ലേലൂയ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ പക്ഷിയെ സംബന്ധിച്ച് ഹല്ലേലൂയ അത് വളരെ ഒരു സേഫായിട്ട് തോന്നാം. ഹല്ലേലൂയ, അങ്ങനെ ഹല്ലേലൂയ മനുഷ്യൻ്റെ അവസ്ഥയും അതുപോലെ. ഈ തരത്തിൽ ഈ കള്ളപ്രവാചകൻ്റെ മുദ്രയേറ്റവർക്കൊക്കെ ഉള്ള തോന്നൽ, ഇതാണ് സേഫ്, ഇതാണ് നല്ലത്, ഇതിപ്പോൾ കാണാൻ നല്ല അഴകുണ്ട്, മറ്റുള്ളവരാൽ മാനിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഇവരുടെ ഉള്ളിലേക്ക് വരുക. ഹല്ലേലൂയ, കാരണം ഇവരുടെ ഉള്ളിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇല്ല. ഹല്ലേലൂയ, സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലില്ല. അതുകൊണ്ട് അവർക്കുള്ളത് ദേഹം, ദേഹി, ഇത് രണ്ടുമേ ഉള്ളൂ. ആ ദേഹം, ദേഹി, ആത്മാവ്, ഈ ആത്മാവ് അവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് ആക്റ്റീവ് അല്ല. നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഒരു ATM കാർഡ് കിട്ടിയാൽ ആ ATM കാർഡ് നിങ്ങൾ കൊണ്ടുപോയി ആക്റ്റീവ് ചെയ്യണം. അത് നിങ്ങൾ ആക്റ്റീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ കാർഡ് കൊണ്ടുപോയി ATM-ൽ കൊണ്ടിട്ടാൽ ഒരു നയ പൈസ പോലും കിട്ടുകയില്ല. തന്നെയുമല്ല, 2-3 പ്രാവശ്യം നിങ്ങൾ അതിലിട്ടാൽ ആ കാർഡ് പോലും അങ്ങോട്ട് വലിച്ചെടുക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, അപ്പോൾ നിങ്ങൾക്ക് ദൈവം സ്പിരിറ്റ്, നിങ്ങൾ ജനിച്ചപ്പോൾ സ്പിരിറ്റ് തന്നിട്ടുണ്ട്. ആ സ്പിരിറ്റ് ആക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ, പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരായിരിക്കണം. ഇല്ലെങ്കിൽ ഈ സ്പിരിറ്റ്, ദൈവം തന്ന സ്പിരിറ്റ് നിങ്ങളിലുണ്ട്, അത് ആക്റ്റീവല്ല, അത് മരിച്ചതിന് തുല്യമാണ്. അതായത് അത്തരത്തിലുള്ളവരും മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ, മൃഗങ്ങൾക്കും ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവില്ല മൃഗങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ, യേശുവിനെ സ്വീകരിക്കാത്ത സകലർക്കും അവരും മൃഗത്തെ പോലെയാ. അവർക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവില്ല. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ, നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബുദ്ധിയെ, കഴിവ്, ഇതൊക്കെ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ, മൃഗങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് സ്പിരിറ്റ് ഇല്ല എങ്കിൽ, അതായത് ആത്മാവില്ല എങ്കിൽ നാം ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ, അപ്പോൾ ദൈവത്തെ സ്വീകരിക്കാത്ത ഒരു വ്യക്തികളിലും ഈ സ്പിരിറ്റില്ല. അവർ വെറും അന്ധന്മാരാണ്. കാരണം അവർക്ക് മനസ്സിലാവുകയില്ല എന്താ നടക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ കാലത്ത് ദൈവത്തെ സ്വീകരിക്കാത്ത ഏതൊരു മനുഷ്യനും ദൈവത്തെ സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇല്ല എങ്കിൽ വെറും മൃഗങ്ങളെ പോലെ ആയി പോകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, എന്നാൽ ദൈവം നിങ്ങൾക്ക്, അത്തരത്തിലുള്ളവർക്ക്
ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നിട്ടുള്ളത് കൊണ്ട്, അതായത് ദേഹം ദേഹി ആത്മാവ് തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ മരിച്ച് എവിടെയെങ്കിലും അടക്കപ്പെടും. പക്ഷെ അന്ത്യനാളിൽ രണ്ടാമത്തെ ഉയർപ്പിൽ നിങ്ങളെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ ആ സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് ദൈവം തന്നെ അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നിങ്ങളെ പൊക്കത്തിലേക്ക് കൊണ്ടുവരും. എന്തിനാ? നിങ്ങളുടെ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റിൻ്റെ മുമ്പിൽ നിങ്ങളെ നിർത്തുന്നതിന് വേണ്ടി. നിങ്ങൾക്ക് ന്യായവിധി വരും, നിങ്ങളെ അഗ്നിക്കടലിലേക്ക് തള്ളിയിടുവാനും ഈയിടെയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൂടുതൽ മുമ്പിലേക്ക് പോകുന്നില്ല. വീണ്ടും ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:3-4 പറഞ്ഞിരിക്കുന്ന പോലെ അതിൻ്റെ രണ്ടാം ഭാഗങ്ങളിൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഹല്ലേലൂയ. ഒരു നമ്മുടെ ഹല്ലേലൂയ നമ്മളിലുള്ളവൻ ദൈവത്തിലുള്ളവനേക്കാൾ പിശാചിനുള്ളവനേക്കാൾ വലിയവനല്ലോ. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ആയതിനാൽ ഹല്ലേലൂയ നാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കണം. ഈ പരിശുദ്ധാത്മാവ് നമ്മളിന്ന് പോകുവാൻ അനുവദിക്കരുത്. ഈ വചനം കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. മറ്റുള്ളവനേക്കാൾ വലിയവനല്ലോ, അപ്പോൾ നമുക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് നാം ചിന്തിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ അതിലല്ല കാര്യമിരിക്കുന്നത്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇത് ആക്ടിവേറ്റ് ചെയ്തു, ഒരിക്കൽ ആക്ടിവേറ്റ് ചെയ്തു എന്ന് കരുതി അത് സ്ഥിരം ആക്ടിവേറ്റ് ആകണമെന്നില്ല. ഹല്ലേലൂയ. ഓരോ ATM കാർഡിനും ഓരോ എക്സ്പിറേഷൻ ടൈമുണ്ട്. അതിൻ്റെ എക്സ്പിറേഷൻ ടൈം നോക്കി അത് നമ്മൾ വീണ്ടും ആ കാർഡിന് അപ്ലൈ ചെയ്ത് ആ കാർഡ് വാങ്ങി അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്തുവെങ്കിൽ മാത്രമേ നമുക്ക് ATMൽ പോയി പണമെടുക്കുവാൻ കഴിയുള്ളൂ. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ തന്നിട്ടുള്ളത് കൊണ്ട് ഹല്ലേലൂയ ആ ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ള വിചാരത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അന്ത്യനാളിൽ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ പോയാലും ഹല്ലേലൂയ നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടും വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വാക്യങ്ങൾ കേട്ട് ആരും ഭയപ്പെടുവാൻ വേണ്ടി അല്ല പറയുന്നത്, ഒരുങ്ങുവാൻ വേണ്ടിയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഒരുക്കത്തിന് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. Praise God.